യുവാക്കളെയും കുട്ടികളെയും മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്ന് കരുതരുത്. പ്രായ ലിംഗഭേദമന്യേ ഒരു മഹാമാരിയായിട്ട് ലഹരി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ട് നമുക്ക് എങ്ങനെ ഈ ലഹരിയെ തുരത്താൻ സാധിക്കും? അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ലഹരിയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ച് ക്രിമിനലുകളാക്കി ശിക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതൊരു അസുഖമാണെന്നും ഈ അസുഖത്തിലേക്ക് എത്തുന്നതിനും നമുക്ക് പലപ്പോഴും ഒരു അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആദ്യം എടുക്കുക. എങ്ങനെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ആളുകളെ ബോധവൽക്കരിക്കാം. ഇനി എങ്ങാനും ഏതെങ്കിലും കാരണവശാൽ ആളുകൾ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പിടിച്ച് ജയിലിലേക്ക് അടയ്ക്കുന്ന ഒരു സമീപനമല്ല സ്വീകരിക്കേണ്ടത്. മറിച്ച് ഇതൊരു അസുഖമാണെന്ന് കണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് ആദ്യം ഒരുക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റികൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ അതിലേക്ക് വരുമെന്നും അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്ത് മെല്ലതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നും നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ സമാന്തരമായിക്കൊണ്ട് പോലീസിന് ഈ ആളുകളുടെ കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഇവരിലേക്ക് ഇത് എത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു ലീഗൽ അപ്രോച്ച്, അതായത് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പോൾ എക്സൈസിൻ്റെ ഒരു ക്ലീൻ സ്ലേറ്റ് എന്നുള്ളൊരു ഓപ്പറേഷൻ നടക്കുന്നതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഓപ്പറേഷൻസിൻ്റെ കൂടെ തന്നെ അതിൽ തന്നെ സ്റ്റേറ്റിനും സമൂഹത്തിനും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയണ്ടാവും. സമൂഹം അതിലൊരു കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തണം. ഒരിക്കലും കുറേ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കുറേ ആളുകളെ ജയിലിലടച്ചുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ തീർക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പല ക്യാമ്പയിനുകളും നല്ലതാണെങ്കിലും എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടൊരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബമാവാം, ഫാമിലി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, റിലീജിയൻ ആവാം, കമ്മ്യൂണിറ്റി ആവാം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ആളുകളുമായിട്ട് സ്ഥിരമായി സംവദിക്കാനുള്ള ഫോറംസ് ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കുന്ന ഒരാളെ ഭയങ്കരമായി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അയാളെ ക്രിമിനലാക്കുകയോ ചെയ്തതുകൊണ്ട് ഇതിൽ കാര്യമായിട്ടൊന്നും നേടാനില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വളരെ സഹാനുഭൂതിയോടുകൂടി കമ്പാഷനോട് കൂടിയിട്ട് വേണം ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. ഈ രീതിയിലുള്ള ഡിസ്കഷൻസ് വരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതിൽ കൂടുതൽ ചർച്ചകൾ, അതായത് നമ്മളൊരു ക്ഷമയോടുകൂടി സമചിത്തതയോടുകൂടി പരിഹരിക്കേണ്ട ഒരു വിഷയമാണിതെന്ന് മനസ്സിലാക്കി വയലൻസിലേക്കൊന്നും പോകാതെ, ഒരുപാട് വയലൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരു രാവിലെ പിടിച്ചു, ആളുകൾ പിടിച്ച് കൈകാര്യം ചെയ്തു, അതിലേക്കൊന്നും പോകാതെ സമചിത്തതയോടുകൂടി പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് സാധിക്കട്ടെ. നന്ദി.